ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. പിന്നെ ഞാനിന്ന് എൻ്റെ പുതിയൊരു ബൊഗൈൻവില്ലയുടെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലവർ പരിചിതമാണെന്ന് തോന്നും, പക്ഷേ അല്ല. ഇത് കണ്ടു, ഒരു ചെറിയ ചെടിയിൽ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന തിമ്മ പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഇല കണ്ടു, വാരിഗേറ്റഡ് ആണ്. നമ്മളെ നാട്ടിൽ സാധാ കാണുന്ന പിന്നെ ചെടിയല്ല. ഈ കളറ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പിങ്ക് കളർ കാണുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ തിമ്മ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നിറയെ ഫ്ലവർ ഉണ്ട്. ഒരു കൊച്ചു ചെടിയാണ്, പക്ഷെ അതിൽ ഇതുപോലെ നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണ്. കണ്ടോ? അപ്പോൾ അതാണ് നമ്മുടെ സന്തോഷം. പിന്നെ ഇവിടെ ചെട്ടികളൊക്കെ അടുത്തടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ചിത്രം ഇതിനകത്ത് കയറി വരുന്നത്. കണ്ടോ? അപ്പം ഇന്ന് എൻ്റെ തിമ്മ പിങ്കിനെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി. അതുകൂടാതെ നമുക്കിവിടെ ഇതാ വൈറ്റ്, ഹവായ് വൈറ്റ്, അതുകൂടാതെ പൂന വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇത് ഹവായ് വൈറ്റാണ്. ഇതിലുണ്ടായിരുന്ന ഫ്ലവറെല്ലാം കൊഴിഞ്ഞ് തീർന്നു. കണ്ടോ? എന്നാലും ഒരു ചെറിയ ചെടിയാണ്, ഇതിനകത്ത് ധാരാളം ഫ്ലവറുകളുണ്ട്. കൂടാതെ നമ്മുടെ അടർനയുടെ ഇന്നത്തെ അവസ്ഥ, അന്ന് ഫ്ലവർ ചെയ്തു, അതിനുശേഷം എന്താ പറയുക, ആ ഫ്ലവറെല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പോൾ വീണ്ടും ഈ കൊച്ചു ചെടിയിൽ ഇത്രയും ഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ട് അടർനയിൽ. അപ്പോൾ അടർനയുടെ ഇന്നത്തെ അപ്ഡേറ്റ് കാണിക്കുകയാണെങ്കിൽ ഇതാണ്. ഇതിലിതാ ഈ കാണുന്ന പോയിൻറ്റിലൊക്കെ ഫ്ലവർ ഉണ്ടായി കൊഴിഞ്ഞു പോയതാണ്. ഇതൊക്കെ ഉണ്ടോ? അപ്പം ഞാൻ വിട്ടില്ല, ഒന്നുകൂടെ ഫ്ലവർ ചെയ്തതിന് ശേഷം വെട്ടിവിടാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെയാണ്. ഇത് മറ്റൊരു പിങ്ക് ഫ്ലവറാണ്. കണ്ടോ? അപ്പം ഇതൊക്കെ നമ്മുടെ സന്തോഷങ്ങൾ. അപ്പം നല്ല സുന്ദരികളായിരിക്കുകയാണ് എൻ്റെ ബൊഗൈൻവില്ല. ഇതൊരു നാടൻ വെറൈറ്റിയാണ് കേട്ടോ. അത് ഇത്രയും കമ്പ് ഉണ്ടോ? അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ വരുന്ന ഫ്ലവറാണ് ഈ കാണുന്നത്. ഒരു നാടൻ വെറൈറ്റി, നല്ല ഡാർക്ക് മജന്ത. ഇത് പിന്നെ വാരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഓറഞ്ചാണ്. പിന്നെ ഈ സുന്ദരി ഒരു സ്പെഷ്യൽ ഫ്ലവറാണ്. ഇതിൻ്റെ പേര് ഐഡിയ എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഇതാ അടുത്ത സുന്ദരി കണ്ടോ? നിറയെ ഫ്ലവറുണ്ട്. ഒരു ക്രീം ഷെയ്ഡ്, എന്തോ ഒരു ഐസ്ക്രീം എന്നൊക്കെയാണ് പറഞ്ഞത് അവർ. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ അറിയില്ല. അപ്പോൾ നമ്മൾ ഈ കാണിച്ച ഫ്ലവറിൽ തന്നെ, ഫ്ലവറിൻ്റെ ചെടിയിൽ തന്നെയുള്ളൊരു ബ്രാഞ്ചാണിത്. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്, ഇതിൻ്റെ ഐഡിയ അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബൊഗൈൻവില്ലയുടെ വിശേഷങ്ങൾ. അപ്പം ഇതുപോലെ നിറഞ്ഞ് ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ DAP അപ്ലൈ ചെയ്യാറുണ്ട്. 15 ദിവസത്തിൽ ഒരിക്കൽ വളം കൊടുക്കും. നമ്മൾ പൂച്ചെടികൾക്ക് ഇംഗ്ലീഷ് വളങ്ങൾ കൊടുക്കും, ഓർഗാനിക് വളങ്ങൾ കൊടുക്കും. ഓർഗാനിക് വളങ്ങളെന്ന് പറയുമ്പോൾ പഴത്തിൻ്റെ തോല് തിളപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും. വെള്ളം കൂടെ മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷം വെള്ളം ഒരു 5 ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് സ്പ്രേയറിൽ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ അത് കൂടാതെ മുട്ട പുഴുങ്ങിയ വെള്ളം, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം, ഇതൊക്കെ, പിന്നെ അരി കഴുകിയ വെള്ളം, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തൊക്കെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കും, ബയോ വളങ്ങളായിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ വളപ്രയോഗങ്ങൾ ചെയ്താൽ, എന്നാൽ അധികമാവുകയും ചെയ്യരുത്. കൊടുക്കുന്ന വളങ്ങളൊന്നും അധികമാവാതെ നമ്മൾ ഇവരെ കെയർ ചെയ്യാമെങ്കിൽ ഇവരിതാ നമ്മളെ സന്തോഷത്തിന് നമ്മൾ ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ അവരും നമുക്ക് വേണ്ടി ഇതുപോലെ ഫ്ലവർ ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ റോസ്, ഇതൊരു പനിനീർ റോസാണ്. നല്ല സുഗന്ധം വരുന്ന ഫ്ലവറാണ്. പനിനീർ റോസ്, ഇത് വൈറ്റ് റോസ്, ഇത് ബ്ലഡ് റെഡ്. ഇത് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പനിനീർ റോസിൻ്റെ ആ സ്മെല്ല് നമുക്ക് അടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സുന്ദരികളിൽ ഒരാളാണിത്,
ഞങ്ങളൊന്ന് ഇതിനെ ഒരു പ്രത്യേക ഫ്രെയിമിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശംഖുപുഷ്പം